നമസ്കാരം കൂട്ടുകാരെ, നല്ല പഞ്ഞി പോലത്തെ ഒരു ദോശ ഉണ്ടാക്കിയാലോ? ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ദോശയും ഇഡലിയും ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പച്ചരി ചേർത്ത് കൊടുക്കുക. പച്ചരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ്. അപ്പം സാധാരണ ദോശയൊക്കെ അരയ്ക്കുമ്പം നമ്മളിപ്പം ഒരു കപ്പ് അരിക്ക് അര കപ്പ് ഉഴുന്ന് എന്ന രീതിക്കൊക്കെയാണ് ഉഴുന്നെടുക്കുന്നത്. പക്ഷേങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള, അതായത് നല്ല എന്താ പറയുക, നല്ല പഞ്ഞി പോലത്തെ ദോശ കിട്ടാനാണെങ്കിൽ ഉഴുന്നിൻ്റെ അളവ് ഒരല്പം കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തുല്യം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ 1/4 കപ്പൊക്കെ എടുത്താലും മതിയാകും കേട്ടോ. 1/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനെയുള്ള ഉലുവയാണ് കേട്ടോ. അപ്പം ഉലുവ ഏകദേശം ഒരു 1/2 സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ പുളിച്ച് കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം 1 സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസൂർ ദാൽ നമ്മളിങ്ങനെ ചേർക്കുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ദോശ നല്ല എന്നാ പറയുന്നത് തിന്നായിട്ടൊക്കെ പരത്തിയെടുക്കുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കും. നല്ലതായിട്ട് തന്നെ നമ്മളൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കുതിർക്കാൻ വെക്കുന്ന വെള്ളത്തിൽ തന്നെയാണ്, ആ വെള്ളം യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ദോശയ്ക്ക് മാവ് അരയ്ക്കുന്നത്. അപ്പം നല്ല വൃത്തിക്ക് തന്നെ ഇത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ നല്ല സുന്ദരമായിട്ട് ഇതെല്ലാം ഒന്ന് കഴുകിയിട്ടുണ്ട്. തെളിഞ്ഞ വെള്ളമായിട്ടുണ്ട്. ഈ ഒരു രീതി വരെ നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണം. 1-2 വെള്ളം നമ്മൾ മാറ്റി ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിരാനായിട്ട് മാറ്റി വെക്കണേ. പച്ചരിയൊക്കെ കുതിരാൻ അധികം സമയം എടുക്കില്ല, പക്ഷേ ഉഴുന്നൊന്ന് കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടി ഏകദേശം ഒരു 6 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മളുടെ പച്ചരിയും ഉഴുന്നും ഒക്കെ നല്ല തോതിൽ തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നമ്മളുടെ ചോറുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മളിതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുമ്പം അറ്റ സ്ട്രെച്ച് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരയ്ക്കുന്നതിനെക്കാട്ടിലും കുറേശ്ശെ ഇട്ട് അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് പെർഫെക്റ്റായിട്ട് അരഞ്ഞു വരിക. ഇനി നമ്മൾ ഇതിലേക്ക് അരയ്ക്കാൻ ഒഴിക്കുന്ന വെള്ളം നേരത്തെ പറഞ്ഞ പോലെ ആ കുതിർത്ത ആ വെള്ളം ആട്ടോ എടുക്കുന്നത്. അപ്പോൾ നല്ല തണുത്ത വെള്ളമായിരിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആ വെള്ളം വേണമെങ്കിലും നമുക്ക് അരയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് കുതിർത്ത വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. 1-2 ബാച്ചുകളാക്കി അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതേ നമ്മളുടെ മാവൊക്കെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം കേട്ടോ. അപ്പം അടച്ച് വെച്ചിട്ട് ഒരു ഓവർനൈറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇപ്പം ഞാനിത് വൈകുന്നേരമാണ് അരച്ച് വെച്ചിട്ടുള്ളത്. ഒരു ഓവർനൈറ്റൊക്കെ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മളുടെ മാവൊക്കെ നല്ല സുന്ദരമായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് അരയ്ക്കുമ്പം ഉപ്പൊന്നും ചേർത്ത് അരയ്ക്കത്തില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് മിക്സൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഉപ്പിട്ട് കലക്കി വെക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ മാത്രമല്ല, ഇഡ്ഡലി നമുക്ക് ഇതേ മാവ് കൊണ്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തോരം സോഫ്റ്റായി നമ്മളുടെ ദോശ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. പാൻ നല്ലോണം ചൂടാവണേ. അതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് കോരി ഒഴിക്കാവുള്ളൂ. മാവ് നമുക്കിതിലേക്ക് കോരിയൊന്ന് ഒഴിക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ ഹോൾസൊക്കെ ഒന്ന് വീഴാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിൻ്റെ മുകളിലേക്ക് നെയ്യോ എണ്ണയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ സാമ്പാറിൻ്റെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാൻ അടിപൊളിയാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ ഒരല്പം കൂടെ ടൈറ്റായിട്ട് മാവ് അരയ്ക്കണം. ഇപ്പം ഞാൻ ദോശയ്ക്കായിട്ടാണ് മാവ് അരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അല്പം കൂടെ ടൈറ്റായിട്ട് അരയ്ക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തയ്യാറാക്കുന്ന ഒരു സിമ്പിൾ വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.